കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം ആ ഞെട്ടൽ ഇതുവരെയും ആ നാട്ടിന് മാറിയിട്ടില്ല. നമ്മളെല്ലാം തന്നെ ഞെട്ടിത്തെറിച്ചതാണ്. സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായത് മാളിലെ CCTV ദൃശ്യങ്ങളാണ് എന്ന വാർത്ത ഇന്ന് പുറത്തുവന്നു. മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പ്രതികൾ മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയത് ഈ ദൃശ്യങ്ങളിൽ കാണാം. കൊലപാതകത്തിലെ ഗൂഢാലോചനാ തെളിവുകളും പോലീസിന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. ഇതിനായി ട്യൂഷൻ സെന്ററിന് സമീപത്തെയും താമരശ്ശേരി നഗരത്തിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിലാണ് മാളിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമായി മാറിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 6:40 ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കിയത്. ഇതിനുശേഷം 6:50 പ്രതികൾ നേരെ എത്തിയത് താമരശ്ശേരിയിലെ മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ. കലിയണങ്ങാത്ത വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെങ്ങനെയെന്ന് പരസ്പരം ആംഗ്യങ്ങളിലൂടെ പറയുന്നത് കാണാം. വീണ്ടും സംഘടിച്ചു പോയി മർദ്ദിക്കാനുള്ള ശ്രമം തടഞ്ഞത് മാളിലെ ജീവനക്കാരാണ്. കറുപ്പ് ഷർട്ട് ധരിച്ച 10ഓളം വിദ്യാർത്ഥികളാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിൽ 6 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ദൃശ്യങ്ങൾ 24 പുറത്തുവിടാത്തത്. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയ ഷഹബാസിന്റെ കുടുംബം സർക്കാരിൽ നിന്നും ആരും ഇതുവരെയും ബന്ധപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു എന്താണോ ഉചിതമായ ഒരു തീരുമാനം, അത് ഏതാണോ കുറ്റവാളി അവരെ നമുക്ക് മാതൃകാപരമായി ശിക്ഷിച്ച് അതിന് നീതി എന്താണോ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകാൻ സഹായങ്ങൾ നൽകുമെന്നും ഷഹബാസിന്റെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണ നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ടീം ഹെർമിലൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നടന്ന അക്രമ ആഹ്വാന ചർച്ചകളിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേസിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് പ്രതി ചേർത്തു. 62 പേർ ഉൾപ്പെട്ട ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അക്രമ ഗൂഢാലോചന നടന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന് ഗുണം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉടൻ തന്നെ സയന്റിഫിക് പരിശോധനയ്ക്ക് അയക്കും. ഇതിന്റെ പരിശോധനാ ഫലവും അന്വേഷണത്തിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.